നെയ്യാറ്റിൻകരയിൽ വിവാദമായ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കല്ലറ പൊളിച്ചുള്ള പരിശോധന റവന്യൂ സംഘം നടത്തുകയാണ്. കല്ലറ പൊളിക്കാൻ നേരത്തെ RDO ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെതിരെ കുടുംബം കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കല്ലറ പൊളിക്കുന്നതിന് കോടതി സ്റ്റേ അനുവദിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ പോലീസും റവന്യൂ സംഘവും ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. മിക്കവാറും അവിടെ നിന്നുള്ള സൂചനകൾ അനുസരിച്ച് ഈ മൃതദേഹം അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക എന്നതാണ് ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ വളരെ കൃത്യമായി തന്നെ പരിശോധന നടത്തണം. ഒരാഴ്ചയായി ഈ മരണം നടന്നിട്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച മരണം നടന്നു, വെള്ളിയാഴ്ച പുലർച്ചെ വരെ സമാധി ചടങ്ങുകൾ നീണ്ടു നിന്നു എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയായി മരണം നടന്നിട്ട് ആ മൃതദേഹത്തിൽ നിന്ന് ഇത്തരം വളരെ പ്രധാനപ്പെട്ട വിവരം, പ്രായാധിക്യമുള്ള മനുഷ്യനാണ്, മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് മൂവ് ചെയ്യുക, അത് തന്നെയാണോ ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ഈ കല്ലറ പൂർണ്ണമായി പൊളിച്ചിരിക്കുന്നു. അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം അല്പസമയത്തിനകം തുടർ നടപടികളുടെ ഭാഗമായി ആ ദൃശ്യങ്ങളിൽ കണ്ട ആംബുലൻസിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഈ കല്ലറ പൂർണ്ണമായി വളരെ പെട്ടെന്ന് തന്നെ, കാരണം ഇത് വലിയ കല്ലുകളായിരുന്നു, ഒറ്റപ്പാളിയായിട്ടുള്ള കല്ലുകളാണ്. അങ്ങനത്തെ കല്ലുകൾ വശങ്ങളിലായി വെച്ചിരിക്കുകയായിരുന്നു. അത് ഓരോന്നോരോന്നായി സിമന്റ് വേർപെടുത്തി അവിടെ നിന്ന് ഇളക്കിയെടുക്കുകയായിരുന്നു. ആ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ സുരക്ഷാ ചുമതലയുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ അനൌദ്യോഗികമായി നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തേക്ക് ആംബുലൻസിലേക്ക് എത്തിക്കാനാണ് സാധ്യത. അതിനു മുമ്പ് പോലീസിന് ഇത്തരം സാഹചര്യങ്ങളിൽ അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പാലിക്കേണ്ട ചില നിഷ്കർഷിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അത് അവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം അതിന്റെ ചിത്രങ്ങളടക്കം പോലീസിന്റെ ക്യാമറമാൻ പകർത്തും. അതിനുശേഷമായിരിക്കും ഈ ആംബുലൻസിലേക്ക് ഈ മൃതദേഹ ഭാഗം, ഗോപൻ സ്വാമിയുടെ മൃതദേഹ ഭാഗങ്ങൾ കയറ്റുക. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആംബുലൻസ് അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ, ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഈ കല്ലറ അവിടെ നിന്ന്, അതായത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, 3 വശങ്ങൾ, അത് ഇളക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസിനെ സഹായിച്ചിരുന്ന സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ ഗന്ധം അടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് അത് പൂർണ്ണമായി പൊളിച്ചു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് അതിന്റെ ഗന്ധമടിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ ആംബുലൻസിലേക്ക് ഈ മൃതദേഹം മാറ്റും. മൃതദേഹം അവിടെ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ, പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ നടപടികൾ അവിടെ വെച്ച് പൂർത്തിയാക്കിയതിനു ശേഷം ഈ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൻ പോലീസ് സംഘമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. അതായത് ഈ ക്ഷേത്രത്തിന്റെ, കൈലാസനാഥ ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള എല്ലാ വഴികളിലും പോലീസിന്റെ സാന്നിധ്യമാണ്. അവിടേക്ക് ഒരു വ്യക്തികളെ പോലും കടത്തിവിടുന്നില്ല. ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അധികൃതർ, സബ് കളക്ടറും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ, അതിനു പുറമെ പോലീസ് ഉദ്യോഗസ്ഥർ, അവർ മാത്രമാണ് ഇവിടെ ഈ സ്ഥലങ്ങളിലുള്ളത്. ഈ പ്രദേശവാസികൾ, അയൽവാസികൾ, അവർക്കൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടി മറുവശത്തുകൂടി, ഈ ക്ഷേത്രത്തിന്റെ പിൻവശത്തുകൂടി ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ അല്ലാതെ ഈ പ്രദേശവാസികളെ പോലും ഈ സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല. അങ്ങനെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ, അത് ഇന്നലെ തന്നെ അവർ വിവരിച്ചിരുന്നു. ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ നടപടികൾ തങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനോട് മാധ്യമങ്ങളും ജനങ്ങളുമൊക്കെ സഹകരിക്കണമെന്ന കാര്യം അവർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് ഏതാണ്ട് ആ ഒരു ദൌത്യം ആദ്യഘട്ടത്തിൽ തന്നെ വിജയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മൃതദേഹം ഈ സമാധി സ്ഥലം പൊളിച്ച് പുറത്തെടുത്ത് അവിടെ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ആംബുലൻസിലേക്ക് മാറ്റാൻ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഈ ഒരാഴ്ച പിന്നിട്ട മൃതദേഹ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഉള്ള ഒരു കൺസേൺ, അതായത് അത് എത്രമാത്രം ജീർണാവസ്ഥയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അത് പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ആ പരിശോധന പൂർത്തിയായാൽ മാത്രമേ കൃത്യമായി, അതായത് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച പോലെ പോലീസ് തേടുന്ന 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പോലീസ് തേടുന്നത്. അതിൽ ഒന്ന്, ഇദ്ദേഹം കിടപ്പ് രോഗിയായിരുന്ന ഗോപൻ സ്വാമി നടന്നു വന്ന് ഈ സമാധി സ്ഥലത്ത് അവിടെ ഇരുന്ന് അദ്ദേഹം സമാധിയാകുകയായിരുന്നു എന്ന് കുടുംബം മുമ്പോട്ട് വെക്കുന്ന ആ വാദം, അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? അതോ അദ്ദേഹത്തിന് മരണം സംഭവിച്ചതിന് ശേഷം
അദ്ദേഹത്തെ ഈ പറയുന്ന ക്ഷേത്രത്തോട് ചേർന്നുള്ള ക്ഷേത്രത്തിന് വലതുവശത്തായി ഏതാണ്ട് ഒരു 50 മീറ്റർ മാറിയുള്ള ഈ സമാധി സ്ഥലത്ത് മരണശേഷമാണോ അദ്ദേഹത്തെ കൊണ്ടയിരുത്തി പിന്നീട് അദ്ദേഹം സമാധിയായെന്ന് പറയുകയായിരുന്നു. ഈ രണ്ട് ചോദ്യങ്ങളിൽ വ്യക്തത കൈവരുത്തുക എന്നത് തന്നെയാണ് പോലീസിന് മുമ്പിൽ ഉള്ള വെല്ലുവിളി, ഫോറൻസിക് സംഘത്തിന് മുമ്പിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് അവർ ഉത്തരം തേടുന്നു. അതിന്റെ പ്രാഥമികമായ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഈ പുറത്തെടുത്ത മൃതദേഹം പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഫോറൻസിക് സംഘത്തിന് വിട്ടുനൽകും. ആ നടപടികൾ പൂർത്തിയാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ അതായത് ഈ മൃതദേഹ ഭാഗങ്ങൾ ഇവിടെ നിന്ന് അവിടേക്ക് കൊണ്ടുപോകാനാണ്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട മറ്റ് മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിൽ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറിയ സമാധി വിവാദത്തിന് തിരശ്ശീല വീഴുമോ, അവിടെ ആരാകും ആരോപണ വിധേയരായി ഇപ്പോൾ നിൽക്കുന്ന സംശയമൊഴിയിൽ നിൽക്കുന്ന കുടുംബം, അവർ ഉന്നയിച്ചതുപോലെ അവരുടെ പിതാവ് അങ്ങനെ ഇരുന്ന് സമാധിയായതാണോ, അതോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റീരിയസ് എലമെന്റ് ഉണ്ടോ, ദുരൂഹതകൾ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഘടകം അവിടെയുണ്ടോ? അതിൽ പോലീസ് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളുടെ മറുപടി കൈവരും വൈകാതെ തന്നെ എന്നൊരു നിഗമനത്തിലാണ് ആ നടപടികൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു സമാധി വിവാദം ഉടലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്തരത്തിൽ വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അതിൽ തുടർ നടപടികളൊക്കെ അങ്ങനെ പോലീസ് വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂവിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ വളരെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ ഉയർന്നു വന്ന പ്രാദേശിക വികാരം, വലിയ എതിർപ്പുകൾ, അതിനെയൊക്കെ വളരെ തന്മയത്വത്തോടെ നേരിട്ടുകൊണ്ട് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമാധി സ്ഥലം പൊളിച്ച മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികൾ അത് പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സാഹചര്യം വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുകയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആശങ്കയോടെ കണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്രമാത്രം പോർവിളികൾ ഇവിടെ നടന്നിരുന്നു. അതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പോലീസുമായും വിവിധ സംഘടനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതിന്റെ പേരിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ വലിയ വെല്ലുവിളികളെയും പ്രതിഷേധങ്ങളെയും വിവാദങ്ങളെയും ഒക്കെ കോടതി വിധിയിലൂടെ നേരിട്ടുകൊണ്ടാണ്, ആ കോടതി വിധിയുടെ പിൻബലത്തിലാണ് പോലീസ് അവരുടെ നീക്കങ്ങൾ ഇന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ച് അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂർ ആകുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പോലീസ് ആരംഭിച്ചിട്ട്. പക്ഷേ കല്ലറ പൊളിക്കുന്നതിന് അധിക സമയം വേണ്ടി വന്നില്ല. കാരണം ഒറ്റക്കല്ലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വലിയ കൽപ്പാളികളാണ്, അത് മൈരാടിയിൽ നിന്ന് എത്തിച്ച കൽപ്പാളികളാണ് എന്നാണ് അവർ നേരത്തെ അറിയിച്ചിരുന്നത്. ആ പാളികൾ അവിടെ നിന്ന് 3 വശങ്ങളിലേക്ക് നീക്കി മൃതദേഹം പുറത്തേക്കെടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം പുറത്ത് കാണുന്ന ആംബുലൻസിലേക്ക് കയറ്റാനുള്ള സാധ്യതയാണുള്ളത്. അതോ അവിടെ വെച്ച് തന്നെ നടപടികൾ പൂർത്തിയാക്കാനാവുകയോ, ആ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരിക ഈ മൃതദേഹത്തിന്റെ ജീർണാവസ്ഥയിൽ ഒരു ധാരണ എത്തിയതിനു ശേഷമായിരിക്കും. അവിടെ വെച്ച് പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ, അവിടെ വെച്ച് തന്നെ അത് പൂർത്തിയാക്കും. അതല്ല, കൂടുതൽ വിദഗ്ധമായ പരിശോധനകൾ ആവശ്യമായി വരികയാണെങ്കിൽ, ആന്തരിക അവയവങ്ങളടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കാം പുറത്ത് കാണുന്ന ആംബുലൻസിലേക്ക് മൃതദേഹ ഭാഗങ്ങൾ കയറ്റി അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി എത്തിക്കുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ മാറുക. പക്ഷേ അത് വേണ്ടി വരില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഏതാണ്ട് ഒരു 8 മണിക്കകം ചിത്രം വ്യക്തമാകും. ഏതാണ്ട് 1.25 മണിക്കൂർ മുമ്പ് പോലീസ് ആരംഭിച്ച അല്ലെങ്കിൽ ഫോറൻസിക് സംഘം ആരംഭിച്ച നടപടികൾ അത് ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരണത്തോട് അടുക്കുകയാണ്. ഇവിടെ നിന്ന് മൃതദേഹം നീക്കുമോ അതോ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമോ, ഈ കാര്യത്തിലാണ് ഇനി അല്പസമയത്തിനകം വ്യക്തത കൈവരാനുള്ളത്.